ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഓരോ ദിവസവും ഓരോ കണ്ണി കൂടിക്കൂടി വരികയാണ്. ഇന്നുണ്ടായത് 4ാമത്തെ അറസ്റ്റ്. സ്വർണ്ണക്കൊള്ളയിൽ തിരുവാഭരണം മുൻ കമ്മീഷണർ KS ബൈജുവിനെയാണ് അറസ്റ്റ് ചെയ്തത്. ദ്വാരപാലക ശില്പങ്ങളിലെ പാളികൾ കടത്തിയ കേസിലാണ് അറസ്റ്റ്. കേസിലെ 7ാം പ്രതിയാണ് ബൈജു. ആതിര രാധാകൃഷ്ണൻ ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. ആതിര, സൂചിപ്പിച്ച പോലെ തന്നെ ഒരു കണ്ണി കൂടി ചേരുകയാണ്. ഇനി എത്ര കണ്ണികൾ കൂട്ടിച്ചേർത്താലാണ് ഈ കേസുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും ലഭിക്കുക എന്നത് ഇപ്പോഴും അവ്യക്തമായി തുടരുകയാണ്. അന്വേഷണം ഏതായാലും പ്രത്യേക അന്വേഷണ സംഘം കൃത്യമായി കൊണ്ടുപോകുന്നുവെന്നാണ് ഈ ഘട്ടം വരെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ 7ാം പ്രതിയുടെ അറസ്റ്റ് കൂടി രേഖപ്പെടുത്തിയിരിക്കുന്നു. വിശദാംശങ്ങൾ. അഖില, ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഇപ്പോൾ 4ാമത്തെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ കേസിൽ 7ാം പ്രതിയാണ് KS ബൈജു. അവിടുത്തെ മുൻ തിരുവാഭരണ കമ്മീഷണറായിരുന്നു KS ബൈജു. KS ബൈജുവിന്റെ അറസ്റ്റാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. കൃത്യമായി 2019 ഈ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോകുന്ന സമയത്ത്, അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ പാളികൾ കൊടുത്തുവിടുന്ന സമയത്തും അതുപോലെ തന്നെ ഈ പാളികൾ കൃത്യമായി തിരിച്ചു കൊണ്ടുവരുന്ന ഈ സമയത്തൊക്കെ, ഈ കാലഘട്ടത്തിൽ അവിടുത്തെ തിരുവാഭരണ കമ്മീഷണറായിരുന്നു KS ബൈജു. ആ സമയത്ത് അവിടെ തിരുവാഭരണ കമ്മീഷണറായി പ്രവർത്തിച്ചത് കൊണ്ട് തന്നെ ഈ കേസിൽ കൃത്യമായ പങ്ക് ഇദ്ദേഹത്തിനുണ്ട് എന്ന വ്യക്തമായ തെളിവുകൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു അറസ്റ്റിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം കടന്നിരിക്കുന്നത്. തിരുവനന്തപുരത്തെ ഫ്ളാറ്റിൽ വെച്ചായിരുന്നു KS ബൈജുവിനെ അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുക്കുന്നത്. അതിനുശേഷം അറസ്റ്റൊക്കെ രേഖപ്പെടുത്തി ജനറൽ ആശുപത്രിയിലെത്തി വൈദ്യപരിശോധനയ്ക്ക് ശേഷം നിലവിൽ ഈഞ്ചക്കലുള്ള ക്രൈംബ്രാഞ്ച് ഓഫീസിലാണ് അദ്ദേഹം ഉള്ളത്. ഇദ്ദേഹത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം ഇരുത്തി ഉൾപ്പെടെ ചോദ്യം ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം. ഈ 2019 ഇത്തരത്തിൽ ഈ സ്വർണ്ണ പാളി മാറ്റുന്ന സമയത്ത് അവിടുത്തെ തിരുവാഭരണ കമ്മീഷണറായിരുന്നു. പക്ഷെ ആ സമയം ഈ KS ബൈജു അവിടെ ഉണ്ടായിരുന്നില്ല, സ്ഥലത്തുണ്ടായിരുന്നില്ല. ഇതൊക്കെ തന്നെ ദുരൂഹതയേറ്റുന്ന കാര്യമാണ് എന്ന് ഈ വിജിലൻസ് റിപ്പോർട്ടിൽ ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ഒരു അറസ്റ്റിലേക്കൊക്കെ തന്നെ കടന്നിരിക്കുന്നത്. ഇതിപ്പോൾ ഉദ്യോഗസ്ഥരിൽ അവിടെ ഉണ്ടായിരുന്ന മുൻ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരിൽ 3ാമത്തെ ഉദ്യോഗസ്ഥനാണ്. 3ാമത്തെ ഉദ്യോഗസ്ഥന്റെ അറസ്റ്റാണ് നിലവിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മുരാരി ബാബുവും അതുപോലെ തന്നെ സുധീഷ് കുമാർ, അതിനുശേഷം ഇപ്പോൾ KS ബൈജുവിന്റെ അറസ്റ്റ് ഉൾപ്പെടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. കേസിൽ ഇതിപ്പോൾ 4ാമത്തെ അറസ്റ്റാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി 1ാം പ്രതിയായിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റാണ് ആദ്യം ഉണ്ടായത്. അതിനുശേഷമാണ് ബാക്കിയുള്ളവരുടെ അറസ്റ്റൊക്കെ ഉണ്ടായത്. ഏതായാലും ഇനി വരുന്ന ദിവസങ്ങളിലും ഇതുപോലെ തന്നെ ബാക്കിയുള്ളവരുടെ അറസ്റ്റിലേക്ക് ഉൾപ്പെടെ കടക്കാനുള്ളൊരു നീക്കത്തിലൊക്കെയാണ് പ്രത്യേക അന്വേഷണ സംഘം ഉള്ളത്. നിലവിൽ ഏതായാലും തിരുവനന്തപുരത്തെ ഈഞ്ചക്കലുള്ള പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യൽ ഉൾപ്പെടെ ഇവിടെ നടക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയോടൊപ്പം ഉൾപ്പെടെ ഇരുത്തി ചോദ്യം ചെയ്യും. നാളെയോടുകൂടി റാന്നി കോടതിയിൽ ഇദ്ദേഹത്തെ ഹാജരാക്കുമെന്നാണ് നിലവിൽ അറിയാൻ സാധിക്കുന്നത്. ഏതായാലും ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയെ സംബന്ധിച്ചിടത്തോളം ഈ ഉദ്യോഗസ്ഥരുൾപ്പെടെ വലിയ രീതിയിലുള്ള പങ്കുണ്ട് എന്ന് നേരത്തെ തന്നെ വെളിവായതായിരുന്നു. ഇനി വരും ദിവസങ്ങളിലും ഈ ദേവസ്വം ബോർഡിലെ മുൻ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ അറസ്റ്റിലേക്കൊക്കെ നീങ്ങുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്.